ഷാജൻ മറദ മേനോൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അനുമതി പോലും ഇല്ലാതെ കയറി ഇറങ്ങി നിരങ്ങിയ ദൃശ്യം കണ്ടിട്ട് കേരളത്തിലെ സുഡാപ്പികൾക്കോ ലീഗന്മാർക്കോ മൗദൂദികൾക്കോ യാതൊരു പ്രശ്നവും. പിണറായി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നതിന്റെ പേരിൽ ഇവിടെ കിടന്ന് തിളച്ചു മറിഞ്ഞവർ ഇപ്പോ ഈ വളർത്തു നായ്ക്കളെക്കാളും ഗതികെട്ട അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരികയാണ്. വാലും ചുരുട്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ വാ തുറക്കാതിരിക്കുന്ന രീതികൾ കണ്ടിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു വിഭാഗക്കാർ വംശനാശം സംഭവിച്ചു പോയോ എന്ന് തോന്നിപ്പോവുകയാണ്. കാര്യം വെള്ളാപ്പള്ളി വിഷയത്തിൽ പിണറായി വിജയൻ ഒരു സാമുദായിക നേതാവാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ പരിഗണന കൊടുത്തു. എന്നാൽ ഇതൊന്നുമല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈനംദിനം മുടങ്ങാതെ ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പച്ച വർഗീയത വിളമ്പുകയും അവർക്കെതിരെ സമൂഹത്തിന്റെ ഇടയിലേക്ക് അവർക്കുമേൽ വിഷം ചീറ്റുകയും ആ വിഭാഗത്തോട് വലിയ സ്പർദ്ധയുണ്ടാകാൻ വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിക്ക് മേനോൻ മുഖ്യമന്ത്രിയോട് കിട്ടുന്ന സ്വാതന്ത്ര്യം കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെങ്കിൽ, നിങ്ങളുടെ നാവ് പൊന്തുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം, നിങ്ങളൊക്കെ ആ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി മാത്രം മേനോന് വേണ്ടി പണിയെടുത്ത കരിങ്കാലികൾ മാത്രമാണ്. അല്ലെങ്കിൽ മതവികാരം ഉണർത്തിക്കൊണ്ട് ഇന്നലകളിൽ, അതായത് കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണെന്ന് മറത കണ്ടിട്ടില്ല, ആ വഴി അടിപ്പിക്കില്ലായിരുന്നു. കാര്യം അയാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളോട് അത്ര ശക്തമായി പ്രതികരിച്ചു. ഈഴവ സമുദായത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കണമെന്നായിരുന്നു അന്ന് ഇവരുടെ ആവശ്യം. അദ്ദേഹത്തെ കാറിൽ കയറ്റി ഒരു 100 മീറ്റർ അപ്പുറത്ത് ഇറക്കിയത് വലിയ അപരാധം. പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് കടന്ന് സുകുമാരൻ നായർക്ക് പോലും കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ഷാജന് ചോദിക്കുകയേ വേണ്ട, നേരെ കയറി അങ്ങ് ചെന്നാൽ മതി. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരം തീവ്രമായിട്ടുള്ള പല കാര്യങ്ങളും ഷാജൻ പറയുന്നത് ചിലരുടെ അറിവോടുകൂടിയാണ്. ലീഗന്മാരുൾപ്പെടെയുള്ളവർക്ക് അതിൽ മൗന സമ്മതവുമാണ്. കേരളത്തിൽ മുസ്ലിം മതവിഭാഗത്തെ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ച വ്യക്തിയെ തൊട്ടു മുന്നിൽ സീറ്റിട്ടിരുത്താൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളതെന്ന് ചോദിച്ചാൽ അയാൾ ഒരു പച്ച വർഗീയവാദിയാണ്, ഒരു ക്രിസംഗിയാണ്. അപ്പോ ക്രിസംഗികളും സതീശനെ സഹായിച്ചു, ഒപ്പം തന്നെ വിദഗ്ധമായിട്ട് സുഡാപ്പികളെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒപ്പം നിർത്തി. അങ്ങനെ കേരളത്തിൽ വർഗീയത ആളിക്കത്തിച്ച് വിജയിച്ചതിന് ശേഷം അവരെയൊക്കെ പൂമാലയിട്ട് സ്വന്തം ഓഫീസിലിരുത്തി സ്വാതന്ത്ര്യത്തോടുകൂടി ഇമാതിരി ഇടപെടൽ നടത്താൻ അവസരമുണ്ടാകുമ്പോൾ അതിനെതിരെ വാ തുറക്കാതെ ഇരിക്കുന്ന ലീഗിന്റെ മന്ത്രിമാരും അല്ലെങ്കിൽ മൗദൂദി സുഡാപ്പികളൊക്കെ ഈ നാട്ടിൽ നേരായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാരിനെ അട്ടിമറിച്ച് അവർ ഉദ്ദേശിക്കുന്ന ഒരാളെ കൊണ്ടുവന്നു എന്ന് തെളിയിക്കുകയാണ്. അവർക്കിവിടെ മുണ്ടഴിച്ചിട്ടാണ് ആര് ചോദിക്കാൻ? മേനോൻ മുഖ്യമന്ത്രി പോക്കറ്റിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുത ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങളും ഇനി അതിനേക്കാൾ തീവ്രമായ എഫക്റ്റിൽ ചെയ്യാൻ അവസരമുണ്ടാവുകയാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 100ലേറെ കേസുകളാണ് മറുതയുടെ തലയിൽ പിടിച്ചു വെച്ചത്. ആ കേസുകളിൽ പലതും എഴുതിത്തള്ളാൻ വേണ്ട നീക്കുപോക്കുകൾ കൂടി സതീശനിലൂടെ ഉണ്ടാക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. പല കേസുകളും എളുപ്പത്തിൽ തീർക്കാൻ സർക്കാർ സഹായിച്ചാൽ മതി. നേരത്തെ ബി അശോകിനും പ്രശാന്തിനും കൊടുത്ത ആനുകൂല്യം ഷാജൻ മറുതയ്ക്ക് കൂടി മേനോനിലൂടെ കിട്ടുകയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സഹായിച്ചതിന് തിരിച്ചുള്ള പ്രത്യുപകാരം പോകുന്ന പോക്ക് നോക്കണേ. ഇതൊക്കെ കണ്ടിട്ടും മൂരികൾക്കൊന്നും ഒരു എരപ്പോ ഒരു തുമിപ്പോ ഒരു ഞെരക്കമോ ഇല്ല എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ്.